മാന്നാർ കൊലപാതകത്തിൽ ചെങ്ങന്നൂർ ഡിവിഷനിലെ 3 പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നു. മൃതദേഹം സെപ്റ്റി ടാങ്കിൽ തള്ളിയതായി 3 പ്രതികളും സമ്മതിച്ചതായാണ് വിവരം. ആദ്യഘട്ടത്തിൽ ജിനു മാത്രമാണ് ഇക്കാര്യം. പരാതികളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഇന്നും തിരച്ചിലുണ്ടാകും. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, ഈ പ്രതികളെ പ്രത്യേകം ചോദ്യം ചെയ്തതിൽ നിന്ന് മറ്റെന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഈ പ്രതികളെല്ലാം സെപ്റ്റി ടാങ്കിൽ മൃതദേഹം തള്ളിയതായി സമ്മതിക്കുന്നുണ്ട് എങ്കിലും അങ്ങനെയല്ല, ഈ ഭർത്താവ് അനിൽകുമാർ അത് മാറ്റി എന്നതടക്കമുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഏതുവരെയായി? അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? പോലീസിന് എന്തെങ്കിലും തരത്തിൽ ഒരു ക്ലൂ ലഭിച്ചിട്ടുണ്ടോ? സേതുലക്ഷ്മി, പ്രധാനമായും ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ 3 പ്രതികളും തന്നെ സെപ്റ്റി ടാങ്കിലാണ് മൃതദേഹം തള്ളിയതെന്ന് സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ചോദ്യം ചെയ്തപ്പോഴെല്ലാം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള ജിനു മാത്രമാണ് ഇത്തരത്തിലൊരു സെപ്റ്റി ടാങ്കിൽ മൃതദേഹം തള്ളിയെന്നുള്ള കാര്യം പോലീസിനോട് മൊഴിയായി നൽകിയത്. പക്ഷേ ഇപ്പോൾ സോമനും അതുപോലെ തന്നെ പ്രമോദും ഇക്കാര്യം സ്ഥിരീകരിച്ച് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ അടക്കം പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏതെങ്കിലും തരത്തിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മൃതദേഹമോ ഈ പറയുന്ന സെപ്റ്റി ടാങ്കിൽ നിന്ന് അനിൽകുമാർ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ പുറത്താണ് അത്തരത്തിലുള്ള പരിശോധനകളും നടത്തുന്നത്. ആ പരിശോധനകൾ ഇന്നും പുരോഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്നലെ തന്നെ CBIക്ക് കേസിൻ്റെ വിവരങ്ങൾ പോലീസ് കൈമാറിയിരുന്നു. ഇതിനിയും ഇൻ്റർപോളിന് കൈമാറി അവിടെ നിന്ന് ഈ ദേശീയ ഏജൻസിയായ CBIക്ക് കൈമാറിയിട്ടുണ്ട്. അവിടെ നിന്ന് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി അടക്കമുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ എംബസിയുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു നടപടിക്ക് ചില കാലതാമസങ്ങൾ നേരിടുന്നത് കൊണ്ട് സ്വമേധയാ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. ഇന്ന് പ്രതികളെ തെളിവെടുപ്പിലേക്ക് കൊണ്ടുപോയിക്കില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. പകരം ഇവരെ 3 ഡിവിഷനുകൾ, അതായത് ചെങ്ങന്നൂർ ഡിവിഷൻ്റെ 3 സ്റ്റേഷനുകളായി ചോദ്യം ചെയ്യൽ തുടരും. ഈ ചോദ്യം ചെയ്യലിന് ശേഷം അടുത്ത ദിവസത്തേക്ക് മാത്രമായിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോവുക. മാത്രമല്ല, ഈ കലയുടേതെന്ന് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള, അതായത് കലയെ കാണാതാകുമ്പോൾ കല ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, കലയുടെ വസ്ത്രം, കലയുമായി ബന്ധപ്പെട്ട ബാഗ് അടക്കമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുമോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ പ്രതികളുടെ വീടിൻ്റെ പരിസരവും എല്ലാം തന്നെ പോലീസ് തിരയുന്നുണ്ട്. ഈ തെരച്ചിൽ ഇന്നും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ അനിൽകുമാറിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ഈ അനിൽകുമാറിൻ്റെ വീടിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും മറ്റേതെങ്കിലുമായിട്ടുള്ള ഭൂഗർഭ നിർമ്മാണം ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ പ്രദേശവാസികളെ അടക്കം ചോദ്യം ചെയ്യുന്ന നടപടികളും ഇന്നും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതുലക്ഷ്മി, തീർച്ചയായും മനീഷ്, കാരണം കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു. ഈ അനിൽകുമാറിന്റെ വീടിന് സമീപത്ത് ഏതെങ്കിലും ഭൂഗർഭ കുഴികളോ മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം തന്നെ പറഞ്ഞതാണ്. ഈ മനീഷ്, ഈ തെളിവെടുപ്പ് നടത്തുമ്പോൾ തന്നെ ഈ പ്രദേശവാസികളുടെ മൊഴിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ വാക്കുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അന്വേഷണ സംഘത്തിന്? സേതുലക്ഷ്മി, ഈ ഘട്ടത്തിൽ അത്തരമുള്ള മൊഴികളൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് കോടതി വഴി ഫോറൻസിക് പരിശോധനയ്ക്കായി മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന സെപ്റ്റി ടാങ്കിൽ നിന്ന് കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ പോലീസ് അയച്ചിട്ടുള്ളത്. ഇതിൻ്റെ പരിശോധനാ ഫലം എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ഇതിൻ്റെ ഒരു ഫലം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആ സെപ്റ്റി ടാങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത സാധ്യത എന്നുള്ളതിനോട് മുൻകൂട്ടിയാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത്. പക്ഷേ നാട്ടുകാരിൽ നിന്നും മൊഴിയെടുത്തിൽ നിന്നടക്കം അത്തരമുള്ള സൂചനകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റി ടാങ്കിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നതെങ്കിലും ഏതെങ്കിലും തരത്തിൽ അനിൽകുമാർ മാറ്റാനുള്ള സാധ്യത, പ്രത്യേകിച്ച് അനിൽകുമാർ ഒരു മേസ്തിരി തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം വിദഗ്ധമായി ഒളിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിന് ഈ ഒരു സംശയം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം രണ്ടാം പ്രതിയായിട്ടുണ്ടായിരുന്ന ജിനു മാത്രമാണ് ഈ സെപ്റ്റി ടാങ്കിൽ മൃതദേഹം തള്ളിയത് സംബന്ധിച്ചുള്ള മൊഴി നൽകിയിരുന്നത്. പക്ഷേ ഇന്നലെ ചോദ്യം ചെയ്തു വരുന്നതിനിടയിൽ ബാക്കി 2 പ്രതികളും, അതായത് 3-ാം പ്രതിയായിട്ടുള്ള സോമനും 4-ാം പ്രതിയായിട്ടുള്ള പ്രമോദും ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത പോലീസ് ഇപ്പോൾ നിലവിൽ സാധ്യത തള്ളിയിട്ടില്ലെങ്കിൽ കൂടെ ഈ സെപ്റ്റി ടാങ്കിൽ തന്നെ തള്ളിയതാവാം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്.
ശരി മനീഷ. മാന്നാർ കൊലപാതകത്തിൽ ചെങ്ങന്നൂർ ഡിവിഷനിലെ 3 പോലീസ് സ്റ്റേഷനുകളിലാണ് പ്രതികളെ നിലവിൽ ചോദ്യം ചെയ്യുന്നത്. ഈ സെപ്റ്റി ടാങ്കിൽ തന്നെയാണോ മൃതദേഹം തള്ളിയത് എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അനിൽകുമാറിന്റെ വീട്ടിലെ മറ്റെന്തെങ്കിലും നിർമ്മിതികളുണ്ടോ, ഭൂഗർഭ നിർമ്മിതികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലും പോലീസ് അന്വേഷണം തുടങ്ങുകയാണ്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്കും തുടക്കമായിട്ടുണ്ട്. മനീഷ മാത്യുവാണ് വിവരങ്ങൾ നൽകിയത്.